ഹലോ, ഡിജാങ്കോ ഫ്രെയിംവർക്കിലേക്ക് പോകുന്നതിന് മുന്നേ ഫ്രെയിംവർക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ റെഡിമെയ്ഡ് സ്ട്രക്ചർ വിച്ച് ഹെൽപ്സ് യു ടു ബിൽഡ് സോഫ്റ്റ്വെയർ ഫാസ്റ്റർ ഇൻ ആൻ ഓർഗനൈസ്ഡ് വേ. ഒരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ബേസിക് സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് തരാം എന്നുള്ളതാണ് ഫ്രെയിംവർക്കിൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ സ്കെൽട്ടൺ നമ്മുടെ കയ്യിൽ കിട്ടി, ഓർ ദ ഫൗണ്ടേഷൻ നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി അതിൻ്റെ മേലെ നമ്മളുടെ പ്രോഗ്രാമിംഗ് ലോജിക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മളുടെ വർക്കുകൾ. സോ ഇത് ബേസിക്കലി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഫ്രെയിംവർക്ക് നമുക്ക്. ഇനി അതിന് മേലെ നമ്മൾ ബിസിനസ് ലോജിക് ചെയ്യുന്ന സമയത്തും നമുക്ക് അത്യാവശ്യം വേണ്ട ലൈബ്രറീസ് എല്ലാം ഫ്രെയിംവർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സോ അപ്പോൾ കുറച്ച് ലെങ്തി കോഡ് എഴുതുന്നതിന് പകരം ഫ്രെയിംവർക്കിൻ്റെ ഹെൽപ്പോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിംഗ് പ്രൊജക്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഫ്രെയിംവർക്ക്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പൈത്തൻ്റെ ഒരു വെബ് ഫ്രെയിംവർക്കാണ് ഡിജാങ്കോ എന്ന് പറയുന്നത്. ഓക്കെ, സോ വെനെവർ യു നീഡ് ടു ഗോ ഫോർ എ ഗുഡ് പ്രൊജക്റ്റ്, ഒരു ഹെവി പ്രൊജക്റ്റൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫ്രം ദ സ്ക്രാച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഫ്രെയിംവർക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്രെയിംവർക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ അത്യാവശ്യം വേണ്ട സ്കെൽട്ടൺ നമുക്കത് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എന്തൊക്കെയാണ് ഡിജാങ്കോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? യൂസർ ഓതൻറ്റിക്കേഷൻ, ലോഗിൻ, ലോഗ് ഔട്ട്, യൂസറിൻ്റെ സെക്യൂരിറ്റി, ഓതൻറ്റിക്കേഷൻസ്, പാസ്വേഡ് എൻക്രിപ്ഷൻ, ഇതൊക്കെ ഡിജാങ്കോ നോക്കിക്കോളും. നിങ്ങൾ അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഓട്ടോ ജനറേറ്റഡ് ഒരു അഡ്മിൻ പാനൽ തന്നെ ഡിജാങ്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് അഡ്മിൻ പാനലിൽ നിങ്ങൾക്കൊരു സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിൻ പാനലിൽ ലോഗിൻ ചെയ്യാം, യൂസേഴ്സിനെ മാനേജ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് അഡ്മിൻ പാനൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ORM. ഓക്കെ, ഒരു പ്രൊജക്റ്റിനകത്ത് ഡാറ്റാബേസുമായിട്ട് പല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. സംടൈംസ് യു ഹാവ് ടു ഫെച്ച് ഡാറ്റ, സംടൈംസ് യു ഹാവ് ടു മോഡിഫൈ ഡാറ്റ, അല്ലേ? ഇൻസേർഷൻ, അപ്ഡേഷൻ, ഡിലീഷൻ, റിട്രീവൽ, ഇതെല്ലാം നമുക്ക് ഡാറ്റാബേസിൽ ചെയ്യേണ്ടി വരും ഒരു പ്രൊജക്റ്റിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നോർമലി നമുക്ക് SQLൻ്റെ ഹെൽപ്പ് വേണം. ഇവിടെ നമുക്ക് ഹെൽപ്പ് വേണം, പക്ഷേ ഡയറക്റ്റ്ലി നമ്മൾ SQL കമാൻഡ്സ് കൊടുക്കാതെ, ഡയറക്റ്റ്ലി SQL കമാൻഡ് എഴുതാതെ തന്നെ യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡാറ്റാബേസ് യൂസിങ് ഡിജാങ്കോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ORM, ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പിംഗ്. ഓക്കെ, സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ORM, വിത്തൗട്ട് യൂസിങ് എ സിംഗിൾ SQL കമാൻഡ്, നമുക്ക് ഡിജാങ്കോ ഫ്രെയിംവർക്കിൽ ഡാറ്റാബേസിനെ ഹാൻഡിൽ ചെയ്യാം. അതൊരു ക്ലീൻ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ അല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, പിന്നെ URL റൂട്ടിംഗ് സിസ്റ്റം, പാത്ത് സെറ്റ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് URLs സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബിൽറ്റ് ഇൻ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. ദീസ് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ഡിജാങ്കോ. നൗ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഡിജാങ്കോൻ്റെ ആർക്കിടെക്ചറിനെ പറ്റിയാണ്. സോ ബിഫോർ ഗോയിങ് ഫോർ ആർക്കിടെക്ചർ, നമുക്കൊരു പ്രൊജക്റ്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്? ഒരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം? നമ്മൾ പലരും ആമസോൺ സൈറ്റ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാറുണ്ട്, സെർച്ച് ചെയ്യാറുണ്ട്. ആമസോൺ മാത്രമല്ല, കുറേ ഷോപ്പിംഗ് സൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ ഷോപ്പിംഗ് സൈറ്റ്സിലെല്ലാം ആദ്യം ലോഡാവുന്നൊരു ഹോം പേജാണ്, അല്ലേ? ആദ്യം ഒരു ഹോം പേജ് ലോഡാവുന്നു. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് നിങ്ങൾ അതിനകത്ത് സെർച്ച് ചെയ്യുന്നു. സോ വാട്ട് എവർ യു ആർ സീയിങ്, അല്ലേ? നമ്മൾ കാണുന്ന ഓരോ വെബ് പേജും നിങ്ങളുടെ പ്രസൻറ്റേഷനാണ്. ആ പ്രൊജക്റ്റിൻ്റെ പ്രസൻറ്റേഷൻ സ്ട്രക്ചറാണ്, പ്രസൻറ്റേഷൻ വ്യൂ ആണെന്ന് പറയാം. ഓക്കെ, അപ്പം നിങ്ങൾ എന്താണ് കാണുന്നത്? യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻ്റർഫേസ്, അതാണ് പ്രസൻറ്റേഷൻ ലെവൽ. ഇനി നിങ്ങൾ സെർച്ച് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റിനെ പറ്റി സെർച്ച് ചെയ്യുന്നു. ആ പ്രൊഡക്റ്റിനെ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്യാൻ കൊടുത്ത ഡാറ്റ സെർവറിൽ ട്രാൻസ്ഫർ ആവണം. സെർവറിൽ ചെന്ന് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ഡാറ്റാബേസിൽ പോയി ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തിരിച്ച് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ പ്രസൻറ്റേഷൻ ലെയറിലൂടെ നിങ്ങൾ കൊടുത്ത റിക്വസ്റ്റിനെ സെർവർ പ്രോസസ്സ് ചെയ്ത് ആ റിസൾട്ടിനെ റെസ്പോൺസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ റിക്വസ്റ്റ് കൊടുക്കുക, റെസ്പോൺസ് ഡിസ്പ്ലേ ചെയ്യിക്കുക, ഇത് രണ്ടും പ്രസൻറ്റേഷൻ ലെയറിൽ നടക്കുന്നു. അപ്പോൾ ബാക്ക് എൻഡിൽ നടന്ന പ്രോസസ്സ് എന്താണ്? നിങ്ങൾ കൊടുത്ത ഡാറ്റ സെർവറിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നു. അത് കണ്ടുപിടിക്കാനുള്ള അവിടെ ബിസിനസ് ലോജിക്, നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലോജിക് നമ്മൾ എഴുതി കൊടുക്കണം. അതെവിടെയാണ് നമ്മൾ എഴുതുന്നത്? അതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. ഡിജാങ്കോയിൽ വ്യൂ റെപ്രസെൻറ്റ്സ് ദ ബിസിനസ് ലോജിക്. അപ്പോൾ എന്താ മോഡലിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? ഡാറ്റാബേസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഡാറ്റാബേസിൽ ഏതൊക്കെ ടേബിൾസ് ആണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് മോഡൽസിൽ നമ്മൾ ഓരോ ക്ലാസ്സസ് എഴുതി കൊടുക്കും.
ആ ഓരോ ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ക്ലാസ്സിൻ്റെ അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ആ ടേബിളിൻ്റെ കോളംസ് ആയിരിക്കും. അപ്പം നിങ്ങൾ മോഡലിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ ടേബിളിനും കറസ്പോണ്ടിങ് ഓരോ ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് വെൻ വി ആർ സേവിങ് ഡാറ്റ ടു ദാറ്റ് പെർട്ടിക്കുലർ ടേബിൾ, ആ ടേബിളിലെ ഓരോ റോയും ആ ക്ലാസ്സിലെ ഓരോ ഒബ്ജക്ട്സ് ആയിരിക്കും. ഇതാണ് മോഡലിൻ്റെ കോൺസെപ്റ്റ്. ഇതാണ് മോഡലിൽ നമ്മൾ കൊടുക്കുന്നത്. ഓരോ ടേബിളിന് കറസ്പോണ്ടിങ് ഓരോ ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യും. ആ ക്ലാസ്സിൻ്റെ നെയിം എന്ന് പറയുന്നത് ടേബിളിൻ്റെ നെയിം ആയിരിക്കും. ആ ക്ലാസ്സിനകത്ത് നിങ്ങൾ കൊടുക്കുന്ന അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ആ ടേബിളിൻ്റെ കോളംസ് ആയിരിക്കും. സോ വെനെവർ ഇൻസേർട്ടിങ് ഡാറ്റ, ആ ഇൻസേർട്ട് ചെയ്യുന്ന ഓരോ റോസും ആ ക്ലാസ്സിൻ്റെ ഓരോ ഒബ്ജക്ട്സ് ആയിട്ടാണ് നമ്മുടെ ഡിജാങ്കോ കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് മേക്സ് മോർ ക്ലിയർ ആൻഡ് ഈസിയർ. അതാണ് നമ്മുടെ ഡിജാങ്കോ ആർക്കിടെക്ചർ. ദാറ്റ് ഈസ് ഡിജാങ്കോ ആർക്കിടെക്ചർ ഈസ് ഫോളോയിങ് MET ആർക്കിടെക്ചർ, ദാറ്റ് ഈസ് മോഡൽ വ്യൂ ടെംപ്ലേറ്റ് ആർക്കിടെക്ചർ. ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ ലെയർ യൂസ് ചെയ്തിട്ടാണ് റെസ്പോൺസും റിക്വസ്റ്റ് കൊടുക്കുന്നതും ആ റിക്വസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കുന്നതും പ്രസൻറ്റേഷൻ ലെയറിൽ. ഇത് റെസ്പോൺസ് ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ കുറച്ച് പ്രോസസ്സ് ബാക്ക് എൻഡ് നടക്കണം. ആ പ്രോസസ്സ് നമ്മൾ എഴുതി കൊടുക്കുന്നത് ബിസിനസ് ലോജിക്കിൽ. പ്രോസസ്സ് ചെയ്യാനായിട്ട് റിസൾട്ട് നമ്മൾ വരാനുള്ള കോഡ് ബിസിനസ് ലോജിക്കിൽ എഴുതുന്നു. ഡാറ്റ ഫെച്ച് ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ ഡാറ്റാബേസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്നത് മോഡൽസ്. Clear? So that is why Django is following model view template architecture. So model represents database handling, view represents business logic, and template is user interface. Clear? So what is it? Model handles database, defines tables using Python classes. View handles business logic, which takes request and returns response. Template എന്ന് പറയുന്നത് നിങ്ങളുടെ HTML views. Whatever the user is seeing, user is viewing, അല്ലേ, യൂസർ എന്താണ് കാണുന്നത്, that is template. And when you create a Django project, നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. അതിൽ അത്യാവശ്യം അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 6 ഫയൽസ് ആണ് നമ്മളിവിടെ കാണുന്നത്. 5 ഫയൽസും ഒരു ടെംപ്ലേറ്റ്സ് ഫോൾഡറും. ഈ manage.py എന്ന് പറയുന്ന ഒരു ഫയൽ കാണാൻ പറ്റും. ആൻഡ് manage.py ഫയൽ യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ദിസ് പൈത്തൺ ഫയലാണ് നിങ്ങൾ ഒരു പ്രൊജക്റ്റ് റൺ ആക്കാനും ഒരു പ്രൊജക്റ്റിൽ മോഡൽസ് ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ മൈഗ്രേറ്റ് ചെയ്യുക, മൈഗ്രേഷൻസ് കൊടുക്കുക, ഇതിനെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് manage.py എന്ന് പറയുന്ന ഫയലാണ്. settings.pyയിലാണ് നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ കംപ്ലീറ്റ് സെറ്റിങ്സ് കൊടുക്കുന്നത്. ഡാറ്റാബേസ് സെറ്റിങ്സ്, ഒരു പ്രൊജക്റ്റിൽ എത്ര ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ആപ്പിന് സെറ്റ് ചെയ്ത് കൊടുക്കുക, സ്റ്റാറ്റിക് ഫയൽസ് സെറ്റ് ചെയ്ത് കൊടുക്കുക, മീഡിയ ഫയൽസ് സെറ്റ് ചെയ്ത് കൊടുക്കുക, മിഡിൽ വെയർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓൾ ദ സെറ്റിങ്സ് കംസ് ടു settings.py. അല്ലാതെ എല്ലാ പേജിലും പോയിട്ട് നമ്മുടെ ഡാറ്റാബേസിൻ്റെ പേര് കൊടുക്കില്ല. ഡാറ്റാബേസ് സെറ്റ് ചെയ്യുന്നത് settings.py എന്ന് പറയുന്ന ഒറ്റ ഫയലിലേ ഉണ്ടാവുള്ളൂ. ക്ലിയർ? ആൻഡ് ഓൾസോ നമ്മൾ HTML ഫയൽസ് സേവ് ചെയ്യുന്നത് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണെങ്കിൽ അത് ഏത് ഫോൾഡറിലാണ് നിങ്ങളുടെ HTML ഫയൽസ് സേവ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഓൾസോ യു ആർ സ്പെസിഫൈങ് settings.py ഫയൽ. ഇനി ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത് MySQL ആണോ അത് SQLite ആണോ, ദാറ്റ് ഓൾസോ യു ആർ സ്പെസിഫൈങ് ഇൻ settings.py. അണ്ടർസ്റ്റുഡ്? ഇനി urls.py എന്താ ഉള്ളത്? ഓരോ പേജ്, ഓരോ വ്യൂസിനകത്ത് നിങ്ങൾ എഴുതുന്ന ഓരോ ഫങ്ഷൻസിൻ്റെയും പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് urls.pyയിലാണ്. സോ അപ്പോൾ urls.pyയിലാണ് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ വേ കാണിച്ചു കൊടുക്കുന്നത്, പാത്ത് കാണിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ പ്രൊജക്റ്റ് റൺ ചെയ്യുന്ന സമയത്ത് URL ഒരു നെയിം കൊടുത്താൽ, ഒരു URL മെത്തേഡ് കോൾ ചെയ്താൽ, ഒരു നെയിം വെച്ചിട്ട് നമ്മളൊരു പാത്ത് കോൾ ചെയ്താൽ ആ പാത്ത് ഏത് ഫംഗ്ഷൻ, വ്യൂവിലുള്ള ഏത് ഫംഗ്ഷനാണ് കോൾ ചെയ്യേണ്ടത്, ആ വ്യൂവിനകത്തുള്ള ഏത് ഫംഗ്ഷനിൽ നിന്ന് ഏത് HTML പേജ് റെൻഡർ ചെയ്യണം, ഇതൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് URLസിലാണ്. പാത്ത് കൊടുക്കുന്നത് URLസിലാണ്. ക്ലിയർ? ആൻഡ് models.pyയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദ ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത്. വ്യൂസിൽ എന്താണുള്ളത്? എൻ്റെ ഫങ്ഷണാലിറ്റീസ്, എൻ്റെ ബിസിനസ് ലോജിക്, എനിക്ക് എന്താണോ ചെയ്യേണ്ടത്, ഇൻസേർട്ട് ചെയ്യണോ അതിനുള്ള കോഡ്, സെർച്ച് ചെയ്യണോ അതിനുള്ള കോഡ്, ഏത് പേജ് റെൻഡർ ചെയ്യണം അതിനുള്ള കോഡ്, ഇതെല്ലാം നമ്മൾ വ്യൂസിൽ എഴുതി കൊടുക്കും. അപ്പോൾ വ്യൂവിൽ എഴുതിയിരിക്കുന്ന ഓരോ ഫങ്ഷണാലിറ്റീസും എപ്പോൾ കോൾ ആവണം എന്ന്, എങ്ങനെ കോൾ ആവണം എന്നുള്ള പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് URLസിൽ. ആൻഡ് വാട്ട് ഈസ് ഇൻ ദ ടെംപ്ലേറ്റ്സ് ഫോൾഡർ? ടെംപ്ലേറ്റ്സ് ഫോൾഡറിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ HTML ഫയൽസ്. ക്ലിയർ? സോ ദ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് പോകുന്നത്?
ആദ്യം നമ്മൾ ഒരു ഹോം പേജ് ലോഡ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് ലോഡ് ചെയ്ത് വരണം? urls.pyയിൽ ഞാൻ പാത്ത് കൊടുത്തിട്ടുണ്ടാവും, ഏത് വ്യൂ ആണ് കോൾ ചെയ്യേണ്ടത്. അപ്പോൾ വ്യൂവിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ കോൾഡ് ആവും. ആ ഫംഗ്ഷനിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഏത് HTML പേജാണ് ലോഡ് ചെയ്യേണ്ടത്. സോ ദാറ്റ് HTML പേജ് വിൽ ഗെറ്റ് ലോഡഡ്. ഇതാണ് ഡിജാങ്കോൻ്റെ ഒരു പ്രൊജക്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ഡെപ്ത് നമുക്ക് ഡിജാങ്കോ പ്രൊജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.